റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് വളരെയധികം ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പൊ ഈ ഇടയായിട്ട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നേരിടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രവൃത്തികളായിരിക്കും കാരണമായിട്ടുണ്ടായിരിക്കുക. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ടൂ മച്ച് പ്രെഡിക്റ്റബിൾ ആയി മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു ക്യൂരിയസ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസോ അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല. സോ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഗിവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനായി 4 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇന്റൻഷനലി വളരെ ഹെൽത്തി ആയ രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ടൂ മച്ച് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് അതിനുശേഷം മാത്രം അവരോട് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 2, എല്ലാ കാര്യത്തിനും നിങ്ങളാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റം വരുത്തുക. അതായത് എപ്പോഴും ടെക്സ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എൻറ്റയർലി എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും എഫേർട്ട് ഇടാനുള്ള ഒരു സ്പേസ് നിങ്ങൾ അലോ ചെയ്യുക. 3, നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൊട്ടീൻ ഉണ്ടായിരിക്കും. ആ ഒരു റൊട്ടീനിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു പുതുമ ഫീൽ ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. 4, നിങ്ങൾ ടൂ മച്ച് പ്രെഡിക്റ്റബിൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അൺപ്രെഡിക്റ്റബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, 1-2 ആക്ടിവിറ്റി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോബി ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത്രയും നല്ലത്. സോ ഏതെങ്കിലും ഒരു 1-2 ആക്ടിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക, അതിലേക്ക് ഫോക്കസ്ഡ് ആവുക. സോ ആ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഫാക്ടറിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പറയാതെ തന്നെ ആ ഒരു കാര്യം ലീവ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ഇനി ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, അഫർമേഷൻ അയച്ചു തരാം. അതൊരു 21 days ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.